ാണ് ലോകവിസ്മയമായ തൃശൂർ പൂരം നമ്മൾ ഇത്തവണ പൊരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത്തവണത്തെ തൃശൂർ പൂരം വന്നെത്തിയിരിക്കുകയാണ്. ലോകവിസ്മയമായ തൃശൂർ പൂരത്തെ ഇത്തവണ ഞങ്ങൾ പൊരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കുറച്ച് വൈകിപ്പോയി. അതായത് തൃശൂർ പൂരം അലങ്കോലമാക്കി കൈയിൽ തരാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വെളുപ്പിന് നടക്കേണ്ട വെടിക്കെട്ട് നേരം വെളുത്ത് നടത്തുവാനും തൃശൂർ പൂരത്തെ അലങ്കോലമാക്കുവാനും അവർ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഓരോ പാപ്പന്മാരെ കൊണ്ടുപോവാ 15 ആനിക്കുള്ള ഓരോ പാപ്പന്മാരെ കൊണ്ടുപോവാ. ആന പ്രശ്നങ്ങൾക്കുണ്ടോ? അതൊന്നും തീർച്ചയല്ല. ആരായാലും ശരി തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അതല്ല, എന്താണ് അവിടെ ഉണ്ടായ കുഴപ്പം? അലങ്കോലപ്പെട്ടോ അലങ്കോലപ്പെടുത്തിയോ അത് വേറെ കാര്യം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? രാത്രിയിൽ ജനങ്ങൾ കാലത്ത് 8 മണിക്ക് വന്ന ആൾക്കാരുണ്ട് ഇന്നലെ. അവർക്കത് അതിൻ്റെ ഒരു സൗഖ്യം പകർന്നെടുത്തല്ലേ പോകേണ്ടത്. പകല് വരെ ഈ വെടിക്കെട്ട് എത്തിച്ചത് ആരാണ്? ജനങ്ങളെ തല്ലിയതാരാണ്? അത് ആരുടെ നിർദ്ദേശമാണ്? അറിയണ്ടേ? പോലീസിനെതിരെ വലിയ ക്രിറ്റിസിസം ഉണ്ട്. പോലീസിനെതിരെ വലിയ വിമർശനമുണ്ട്. ക്രിറ്റിസിസം ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന നിർദ്ദേശമല്ലേ അവർക്ക് അനുസരിക്കാൻ പറ്റൂ. പോലീസുകാർ എന്ത് പിഴച്ചു? അവർക്ക് കിട്ടിയ നിർദ്ദേശം അവരനുസരിച്ചല്ലേ പറ്റൂ. അതിനാ പറഞ്ഞ അത് ജുഡീഷ്യൽ അന്വേഷണം വരട്ടെ. ഇതിലൊരു അജണ്ട ഉണ്ടെന്ന് തന്നെയാണ്. നമുക്കതൊന്നും അറിയത്തില്ല. അതൊന്നും അറിയത്തില്ല. എന്തിനാ പാവങ്ങളെ തല്ലി നടുവില്ലല്ല? അവർ ആരെയും തല്ലാനും കൊല്ലാനും വന്നവരൊന്നും അല്ലല്ലോ. പിന്നെ അവരല്ലേ ഈ പൂരത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്, പരിപോഷിപ്പിക്കുന്നത്. ഇത്രയും കാശ് ചെലവാക്കി അവിടെ ഒരു വെടിക്കെട്ട് നടത്തുന്നു. ആചാരപ്രകാരമുള്ള പൂരം അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് പങ്കെടുത്തില്ലെങ്കിൽ എങ്ങനെയാണിത് ഒരു 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 കാഴ്ച ആവുന്നത്? എങ്ങനെയാണ്? ഇതിനകത്ത് വിപണി എത്രമാത്രമാണ് ഉണർന്നത്? അപ്പോൾ അതെല്ലാം നമ്മൾ വിപണിയിലെ കച്ചവടം മുഴുവൻ നമ്മൾ എടുക്കും. അത് തന്ന ആൾക്കാർക്ക് നിഷേധം എന്ന് പറഞ്ഞാൽ എങ്ങനെ? തടയുന്ന സാഹചര്യമല്ല. എന്നെ വിളിച്ച് പറഞ്ഞു, ഇതാ ഞങ്ങൾ ഉപേക്ഷിച്ച് പോന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ വിളിച്ച് നിലയ്ക്ക് നിർത്തുക. അതിനുള്ള അധികാരം എനിക്കില്ല. പക്ഷെ ചെന്ന് രമ്യതയിൽ കൊണ്ടുവന്ന് അതെങ്ങനെങ്കിലും നടത്തണം എന്നുള്ള നിലയ്ക്ക് അവിടെ സംസാരിച്ചു. അത് തിരുവമ്പാടി ദേവസ്വം നല്ല യുക്തിപൂർണമായ ഒരു തീരുമാനം എടുത്തു. കുറച്ച് വൈകിപ്പോയി. പക്ഷെ അവർക്ക് അവരുടെ ഈ ദേവസ്വം ബോർഡിലുള്ള അംഗങ്ങളില്ലേ, അവരുടെ എല്ലാ അഭിപ്രായം മാനിച്ചല്ലേ പറ്റൂ. അവരാ ഒരു അഭിപ്രായ സമന്വയത്തിലെത്താൻ കുറച്ച് വൈകി. അതിന് കാരണക്കാരാരാ? ശ്രീരാമൻ്റെ രൂപമുള്ള കുട കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴാണ് അവർ അത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചത്.
അതായത് രാമൻ്റെ രൂപം കാണുമ്പോൾ രാവണന് ഇഷ്ടപ്പെടുകയില്ല. രാവണനാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. രാവണൻ്റെ സൈന്യമാണ് ഇന്ന് കേരള പോലീസിൻ്റെ രൂപമായി വന്നിരിക്കുന്നത്. മഠത്തിൽ വരവിനും ശാന്തിമാർക്ക് വിളക്ക് കത്തിക്കുവാൻ പോകുന്നതിന് വരെ തടസ്സം സൃഷ്ടിക്കുന്നു. ആനകൾക്ക് പട്ട കൊണ്ടുപോയി കൊടുക്കുന്നതിന് വരെ ഇവർ തടസ്സമായി വരുന്നു. വെളുപ്പിന് 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നേരം പുലർന്നതിന് ശേഷം നടക്കേണ്ടി വന്ന ഗതികേടും തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും മലയാളികളുടെ സഹനശക്തി നമ്മൾ സമ്മതിച്ചു കൊടുത്തേ അടങ്ങൂ. കാരണം ഇനിയും സുനിൽകുമാറിനെ പോലുള്ളവരെ തന്നെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിടേണ്ടതാണ്. എന്നാൽ എന്തെങ്കിലും തൃശ്ശൂരിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുരേഷ് ഗോപി തന്നെ ഇടപെടേണ്ടി വരും. അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കുന്നതിന് അദ്ദേഹം ഓടിയെത്തുകയും അതിനൊരു പരിഹാരം കാണുന്നതിന് സുരേഷ് ഗോപി തന്നെ ആശ്രയമായി വന്നത് തൃശ്ശൂർക്കാർക്ക് ഓർമ്മിക്കാൻ ഒരു അവസരം കൂടിയാണ്. ഇത്രയും ലളിതമായ, ഇത്രയും കാരുണ്യം തോന്നിപ്പിക്കുന്ന കണ്ണുകളുള്ളൊരു ജീവി മറ്റൊന്നില്ല. അതിനെ കുടചൂടി തന്നെ നിർത്തിയിരിക്കുകയാണ് തിരുവമ്പാടി. പാറമേക്കാവിന് ചുവന്ന കുടകളാണ് പാറമേക്കാവിന് ഇതിനുള്ള മറുപടി. തിരുവമ്പാടി വീണ്ടും കുടകൾ മാറ്റുന്നു. പാറമേക്കാവ് വർണ്ണക്കുടയിൽ നിൽക്കുകയാണ്. വീണ്ടും അയോധ്യാപതി രാമൻ തിരുവമ്പാടി വീണ്ടും ശ്രീരാമനെ വിളിച്ചിരിക്കുകയാണ്. രാമ എന്ന വിളികൾ അലയടിക്കുകയാണ്. തിരുവമ്പാടിയിൽ പരമേശ്വരന് മുന്നിൽ, വടക്കുന്നാഥന് മുന്നിൽ രാമൻ ഉജ്ജ്വല രൂപിയായി വിളങ്ങുന്നു. ലോകത്തിലുള്ള സകല കലാരൂപങ്ങളും സാഹിത്യവും സിനിമയും സകലതും തങ്ങളുള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അവരാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും കോളേജുകളിലെ വരെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ഇവരാണ് സകലതിൻ്റെയും ഉടമസ്ഥ അവകാശമുള്ളവരെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു കലാരൂപം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതോ ഇനി ഇവർ പൊക്കിപ്പിടിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടേതായോ ഇല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു. അതായത് ഉത്സവപ്പറമ്പിൽ നിന്നാണ് മിക്ക കലാകാരന്മാരും, അതായത് ഇന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന 90% കലാകാരന്മാരും വളർന്നു വന്നിട്ടുള്ളത്. അതായത് ഹിന്ദുവിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ കലാരൂപങ്ങളും വളർന്നു വന്നിട്ടുള്ളത്. പണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും കൊടിയേറുമ്പോൾ അവിടെ അവതരിപ്പിക്കുവാറുള്ള വിവിധ പരിപാടികളിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ കലാകാരന്മാർ വളർന്നു വന്നതെന്ന ബോധം ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഉണ്ടായാൽ കൊള്ളാം. ഇനി ഇസ്ലാമിസ്റ്റുകളുടേതായ പള്ളിയിൽ നിന്ന് ഒരു കലാരൂപം പോലും വളർത്തിയിട്ടില്ല. അതിനെ അവർ തളർത്തിയിട്ടേയുള്ളൂ. അവരുടെ ആത്യന്തിക ചിന്തയനുസരിച്ച് ഒരു കലയ്ക്കും പ്രാധാന്യമില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുക. ഇനി കമ്മ്യൂണിസവും അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയാൽ അവിടെ പിന്നെ കലയുമില്ല, സാഹിത്യവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. തൃശ്ശൂർ പൂരത്തെ കൊളമാക്കുവാൻ ശ്രമിച്ചതിൽ മന്ത്രി കെ രാജനും സുനിൽകുമാറിനും വ്യക്തമായ പങ്കുകളുണ്ട്. കാരണം ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് കേരളത്തിൽ ഉടനീളം ഇവർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. അതുതന്നെയാണ് ശബരിമലയിൽ നടന്നതും. ഓരോ വർഷം കഴിയുന്തോറും ഇവർ ഹിന്ദുവിൻ്റെ പേര് കേട്ട ആചാരങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു. മകം തൊഴലും ആറ്റുകാൽ പൊങ്കാലയുമെല്ലാം ഇവർ തടസ്സപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ 2024 ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് ഹിന്ദുക്കൾ വോട്ട് ചെയ്യുക. ഹിന്ദുക്കൾ തന്നെയാണ് ഇത് നശിപ്പിച്ചത്. ഇടതുപക്ഷത്തിന് വേണ്ടിയും വലതുപക്ഷത്തിന് വേണ്ടിയും കൊടി പിടിക്കുവാനും പോസ്റ്റർ ഒട്ടിക്കുവാനും നാണമില്ലാതെ നടക്കുന്ന ജന്തുക്കൾ നല്ലവണ്ണം ചിന്തിക്കുക. നിന്റെ എല്ലാം തലയ്ക്ക് മീതെ ഇവരുടെ കത്തി ഏത് നിമിഷവും വീഴുമെന്ന നല്ല ചിന്ത നിനക്കൊക്കെ ഉണ്ടായാൽ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ലോകപ്രസിദ്ധമായ ഈ തൃശ്ശൂർ പൂരത്തെ കൊളമാക്കി തരാമെന്ന് സുനിൽകുമാർ പറഞ്ഞത്. അതേപോലെ തന്നെ അക്ഷരം പ്രതി അദ്ദേഹം പൊരിച്ചു കയ്യിൽ തന്നിരിക്കുന്നു. തൃശ്ശൂരിലെ ഒരു മന്ത്രിയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ, കെ രാജൻ. മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ജന്മം.
അതായത് തൃശൂർ പൂരം കൊളമാക്കുവാൻ പോലീസുകാരാണ് ശ്രമിച്ചതെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കെ രാജന് കഴിയേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം ആ സ്ഥലത്തു നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി വരേണ്ടി വന്നു ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി. യഥാർത്ഥ ജനപ്രതിനിധി സുരേഷ് ഗോപിയാണെന്ന് സുരേഷ് ഗോപി വീണ്ടും തെളിയിക്കുന്നു. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഒരു വോട്ട് പോലും LDFിൻ്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനു നൽകരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. കെ മുരളീധരനും ഇതിൽ നിന്ന്, അതായത് കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുവാൻ ശ്രമിക്കുന്നു. കെ മുരളീധരൻ്റെ അച്ഛനായ കരുണാകരനും വെള്ളം കലക്കി മീൻ പിടിച്ചിരുന്ന ഒരു ജന്മം തന്നെയായിരുന്നു. അതിൻ്റെ മകനും വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. തൃശ്ശൂരിലെ ജനങ്ങൾ നല്ലവണ്ണം ചിന്തിച്ച് തന്നെ ഇനി വോട്ട് ചെയ്യാവൂ. അടുത്ത തൃശ്ശൂർ പൂരം കൊളമാക്കേണ്ട എങ്കിൽ നിങ്ങളുടെ വോട്ട് ആലോചിച്ച് നല്ല സ്ഥാനാർത്ഥിക്ക് നൽകിയില്ലെങ്കിൽ അടുത്ത തൃശ്ശൂർ പൂരം കാണാൻ നിങ്ങൾക്ക് യോഗമുണ്ടാകില്ല എന്ന് നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കുക. തൃശ്ശൂർ പൂരത്തെ കുളമാക്കിയത് പോലീസുകാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് ഇടതുപക്ഷത്തിന് വ്യക്തമായ പങ്കുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അത് പരിഹരിക്കുന്നതിന് ഇടതുപക്ഷ നേതാക്കന്മാരായ സുനിൽകുമാറിനും കെ രാജനും കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞില്ല. ഇപ്പോൾ തൃശ്ശൂരിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തന്നെയാണ്. ഏപ്രിൽ 26-ന് ഈ ചിന്തയുമായി തന്നെ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ പാടുള്ളൂ. ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് കുത്തിയാൽ 2025-ലെ തൃശ്ശൂർ പൂരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂപ്പർ സ്റ്റാറിനെ തന്നെയാണ് ഇവിടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് പരിഹരിക്കുന്നതിന് സുരേഷ് ഗോപിക്ക് തന്നെയാണ് കഴിഞ്ഞതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ, മാധ്യമങ്ങൾക്ക് വരെ പറയേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ അരുണും ഉണ്ണിസാറും ഒക്കെ സൂചിപ്പിച്ചത് കേട്ടാൽ തോന്നും ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു മതേതര പരിപാടിയാണ് തൃശ്ശൂർ പൂരം. വടക്കുന്നാഥൻ അവിടെയില്ല, വടക്കുന്നാഥ ക്ഷേത്രമില്ല, വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വടക്കുന്നാഥന് മുന്നിലല്ല, മറ്റേ നെയ്തലക്കാവിലമ്മ വരുന്നില്ല, തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരില്ല, മതേതരത്വത്തിന്റെ ബിംബങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇങ്ങനെ മുടങ്ങിയത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിശദീകരണം ഞാൻ കേട്ടിരുന്നത്. എന്റെ അഭിപ്രായം അതല്ല. തൃശ്ശൂർ പൂരം കുളമാക്കുകയാണ് ചെയ്തത്. തൃശ്ശൂർ പൂരം നശിപ്പിച്ച് പൂരപ്രേമികളെ അവഹേളിക്കുന്ന നടപടിയാണ് അതുണ്ടായത്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമായി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെ ശ്രീരാമനെ കണ്ടതും രാംലല്ലയെ കണ്ടതും ഒക്കെ തന്നെയാണ് അവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത്. പോലീസിന്റെ നടപടി, ആ പോലീസ് നടപടി പൂരപ്രേമികളെ അവഹേളിക്കുന്ന തരത്തിലാണ്. അത് കണ്ടിട്ട് മനസ്സിലാകാത്ത തൃശ്ശൂരുകാരുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തൃശ്ശൂരുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇടതുമുന്നണി അല്ലെങ്കിൽ ഉടനെ തിരക്കിട്ട് ഈ പരിക്ക് പരിഹരിക്കാൻ ശ്രമിക്കില്ലല്ലോ. ഇടതുമുന്നണി ഉടനെ അതിനകത്തേക്ക് ഇടപെടാൻ വരുന്നു. പൂരത്തിലുണ്ടായ തർക്കം CPM-ഉം BJP-യും കൂടി ആസൂത്രണം ചെയ്തതാണ്, BJP-ക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കെ മുരളീധരന്റെ ഒരു മാസ് ഡയലോഗ് നമ്മൾ അവിടെ കാണുന്നു. രാത്രി അവിടെ എത്തിയത് ആരാണ്, ഏത് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. അവിടെ എത്തിയ ആദ്യത്തെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപി സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ അവിടെ വന്നിറങ്ങുന്ന ദൃശ്യമടക്കം കണ്ടപ്പോഴാണ് അയ്യോ ഞങ്ങൾ എത്തിയില്ലല്ലോ, എത്താത്തത് ലേറ്റ് ആയത് പ്രശ്നമാകുമോ. അവിടെ ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുണ്ടല്ലോ, ആ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്, മന്ത്രി R ബിന്ദുവും മന്ത്രി കെ രാജന് ചുമതലയുണ്ട്. എവിടെയായിരുന്നു കെ രാജൻ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടാണോ പരിഹരിക്കാൻ വരുന്നത്? അദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി? പിന്നീട് പ്രശ്നമായെന്ന് കണ്ടപ്പോൾ പിന്നെ ഡയലോഗായി അതെല്ലാം ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നു. തുടരെ പ്രതികരണങ്ങളാണ്. അവിടെ പരിഹരിക്കാൻ വന്നത് ആരാണ്, തിരുവമ്പാടി ദേവസ്വവുമായി ആ ഓഫീസിലിരുന്ന് സംസാരിച്ചത് ആരാണ് എന്നുള്ളത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയാണ്. അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു. ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങൾ പരിഹരിച്ചു. അതാണ് നേരത്തെ മുരളീധരനും ഒക്കെ പറഞ്ഞത്. പ്രശ്നം ഉണ്ടാക്കി പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണോ എന്നുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുടമാറ്റം നടന്നതിന് ശേഷമാണ് ഈ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിലേക്ക്, ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കൊക്കെ വന്നത്. ആ കുടമാറ്റത്തിൽ മറ്റു കൂടെയൊന്നുമല്ല പ്രശ്നം. ചുവന്ന കുട വന്നാലും ചെഗുവേര കുട വന്നാലും പ്രശ്നമില്ല, മതേതരത്വമാണല്ലോ. പക്ഷേ ഒരു ക്ഷേത്ര മൈതാനിയിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ കുടമാറ്റത്തിന് ഒരു ചിത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് വർണ്ണവിധാനങ്ങളോടെ അവിടെ ഉണ്ടായിരുന്ന പൂരപ്രേമികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് അത് സ്വീകരിച്ചത്. അവിടെ രാംലല്ല വന്നതാണ്, ശ്രീരാമൻ വന്നതാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഉണ്ണിസാർ അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ CPIM അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധം ചെയ്യുകയാണ്. അവിടെ ശ്രീരാമന്റെ കൂടെ വന്നാൽ ആരുടെ മതേതര മൂല്യമാണ് ഇല്ലാതാകുന്നത്? അമ്പും വില്ലും കുലച്ചു നിൽക്കുന്ന ശ്രീരാമൻ ഉണ്ടായിരുന്നല്ലോ, രാംലല്ല ഉണ്ടായിരുന്നല്ലോ. അത് ഉടനെ മതേതരത്വത്തിന് ഭീഷണിയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരാണ് അവിടെ പൂരത്തിന് വരുന്നത്, എഴുന്നള്ളുന്നത്, അല്ലാതെ മതേതര ബിംബങ്ങളല്ല. അവിടെ